ഹേ ഗായ്സ്, അപ്പോൾ എനിക്കിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാട്ടോ കിട്ടിയേക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളെ സിലോപ്പിയാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കാൻ കത്രിക ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഇതിൽ സൈഡിൽ മുള്ളൊക്കെ ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ അത് കത്രിക ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കെടുക്കാം. പിന്നെ പിച്ചാത്തി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചെകിളയെല്ലാം എടുത്ത് കൊടുക്കാം. ചെകിളയല്ല, ചെതമ്പലെടുത്ത് കൊടുക്കാം. നമുക്ക് ഇതിന് തല എടുക്കാം കേട്ടോ. തല നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തല. ഇത് നല്ല ഫ്രഷ് മീനാണ്, അതുകൊണ്ടാണ് നമ്മൾ ചെകിളയെല്ലാം നല്ല റെഡ് കളറിലിരിക്കുന്നത്. പിന്നെ അതിനകത്ത് കുടലും വേസ്റ്റും ഉണ്ട്, അതെല്ലാം നമുക്ക് എടുത്ത് കൊടുക്കണം. പിന്നെ അതിനകത്ത് ബ്ലാക്ക് കളർ ഒരു ചെറിയ മഷി പോലത്തെ ഒരു സംഭവമുണ്ട്, അത് നമുക്ക് പിച്ചാത്തി വെച്ചിങ്ങനെ ചുരണ്ടി കളയാം. നല്ല വൃത്തിയായിട്ട് ചുരണ്ടി കളയണം. പിന്നെ അതിൻ്റെ വാലൊക്കെ എടുത്ത് കൊടുത്തിട്ട് അതിനെ വൃത്തിയായിട്ട് ഇങ്ങനെയാണ് ഞാൻ കണ്ടിക്കാറ്. ഇനി നമുക്ക് ഇതിനെ ഉപ്പിട്ട് വരവി നന്നായിട്ട് കഴുകിയെടുക്കാം. ബാക്കിയെല്ലാം കഴുകിക്കൊണ്ടുവരാം. ഇതെല്ലാം ഞാൻ വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് വരഞ്ഞു കൊടുക്കാം. നല്ല ആഴത്തിൽ വരയണം കേട്ടോ. ഇത് നല്ല കട്ടിയുള്ള വലിയ മീനായതുകൊണ്ട് നല്ല ആഴത്തിൽ ഇതേപോലെ വരഞ്ഞു കൊടുക്കണം. ഇനി നമുക്കിതിന് ആവശ്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങ നീര്, ഇതെല്ലാം നിങ്ങൾ ആവശ്യത്തിന് എടുക്കും കേട്ടോ. മീനിൻ്റെ സൈസും വലിപ്പവും അളവും അനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടെ ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് മീനകത്തോട്ട് ഇതെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ആ വരഞ്ഞിരിക്കുന്ന ഭാഗത്തും തലഭാഗത്തും ഉള്ളു ഭാഗത്തും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിത് തലേന്നാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത്, പിറ്റേ ദിവസം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതിനകത്തോട്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളൊരു പാനിലേക്ക് എണ്ണ ഒഴിക്കാം. നമുക്കിതേപോലെ നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്തോട്ട് മീൻ ഇട്ട് കൊടുക്കാം. 2 മീൻ വെച്ചും വറുത്തെടുക്കാം. നമുക്ക് എണ്ണ ഇങ്ങനെ ജസ്റ്റ് ചുറ്റിച്ച് കൊടുത്താൽ മതി, ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം മൊരിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഉള്ളിലൊക്കെ മസാല പിടിച്ച് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ് മീൻ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കി നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ ബൈ ഗൈസ്.